ഹലോ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. മലയാളികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണല്ലോ ചക്ക എന്ന് പറയുന്നത്. ചക്കയ്ക്ക് ഒത്തിരി ന്യൂട്രീഷ്യസ് വാല്യൂ ഉണ്ട്. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. കാരണം ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചക്ക ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. അതുപോലെ തന്നെ ചക്കയ്ക്കകത്ത് ഒത്തിരി ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. അപ്പം നമുക്ക് വേണ്ട ഇമ്മ്യൂണിറ്റി പവർ ശരീരത്തിന് കിട്ടും. പിന്നെ ചക്ക കൊണ്ട് നമുക്ക് ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കാം. ചക്ക വേവിക്കാം, ചക്ക കൊണ്ട് പുഴുക്കുണ്ടാക്കാം, അതുപോലെ ചക്കക്കുരു കൊണ്ട് നമുക്ക് മെഴുക്ക് പുരട്ടി, തോരന്, അതുപോലെ തന്നെ ചക്കക്കുരു മാങ്ങയിട്ട് ചാറ് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ ചക്കയുടെ ഈവൻ മടൽ പോലും നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലൊക്കെ അതിൻ്റെ ചകിനി കൊണ്ട് ഈയിടെ ഞാൻ ഒരു വീഡിയോ കണ്ട് ചകിനി വെച്ചിട്ട് അവർ ക്രിസ്പി ആയിട്ട് അതിനെ മാവൊക്കെ പുരട്ടി മുളകെല്ലാം ചേർത്തിട്ട് അതിനെ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നു. അങ്ങനെ ഒത്തിരി ചക്ക കൊണ്ട് നമുക്ക് പിന്നെ ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ചക്ക എന്ന് പറയുന്ന സാധനം നമുക്ക് ഏത് ഡയബറ്റിക് ഉള്ളവർക്കും ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്കും ഏത് രോഗികൾക്കും തിന്നാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷേ ഡയബറ്റിക്കാർ പഴുത്ത ചക്ക തിന്നാൻ പാടില്ല, കാരണം അവിടെ ഷുഗർ ലെവൽ കൂട്ടും. അങ്ങനെയുള്ളവർ പച്ച ചക്കയെ തിന്നാൻ പാടുള്ളൂ. പച്ച ചക്ക ഡയബറ്റിക്കാർക്കൊക്കെ ഒത്തിരി നല്ലതാണ്. നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഇനഫായിട്ടുള്ള ഫൈബറൊക്കെ ചക്കയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് ചക്ക ഒത്തിരി ഉപയോഗമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാൻ എവിടെ ചക്ക കണ്ടാലും എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ചക്ക വാങ്ങിക്കുക എന്നുള്ളത്. ഇന്ന് ഞാൻ പള്ളിയിൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ കടയിൽ കയറിയപ്പം അവിടെ ചക്ക ഇരിക്കുന്നത് കണ്ടു. 4-5 മലയാളി കടയുണ്ട് ഞങ്ങളുടെ വീടിനടുത്തും. അതുപോലെ തന്നെ ഒരു 30 മിനിറ്റ് റൗണ്ടിൽ 3-4 കടകളുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആൻസ് ഗ്രോസേഴ്സ് എന്ന് പറഞ്ഞൊരു മലയാളി കടയിലാണ് കയറിയത്. അവിടെ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും കിട്ടാറുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാനവിടെ ചെന്നപ്പോൾ എനിക്ക് വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു. അത്യാവശ്യം എനിക്ക് കുറച്ച് നൂഡിൽസൊക്കെ വാങ്ങിക്കണമായിരുന്നു. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചിലപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. മാഗിയുടെ നൂഡിൽസാണ് ഇവിടെ ഇഷ്ടം ഞങ്ങൾക്ക് എല്ലാവർക്കും. മാഗിയുടെ നൂഡിൽസ് 2 പാക്കറ്റ് വാങ്ങിച്ചു. പിന്നെ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 പാക്കറ്റ് റവ വാങ്ങിച്ചു. ഓർക്കിഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ നല്ല റവയാണ്. അങ്ങനെ റവ വാങ്ങിച്ചു. പിന്നെ എനിക്ക് കടുക് വേണമായിരുന്നു. ഇപ്പം മസ്റ്റാർഡ് സീഡ്സ് അത് ഞാനൊരു പാക്കറ്റ് വാങ്ങിച്ചു. പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ ഒരു പാക്കറ്റ് അത് വാങ്ങിച്ചു. പിന്നെ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നമുക്ക് നാട്ടിലൊക്കെ കിട്ടുന്ന നുറുക്ക്, ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഈ കടയിൽ നമുക്ക് കിട്ടും. ഒന്നിനും ഒരു ക്ഷാമമില്ല. പിന്നെ പിള്ളേർക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഞങ്ങൾ പഴംപൊരി വാങ്ങിച്ചു. പഴംപൊരി എങ്ങനെയൊക്കെ ആവട്ടെ ഇവിടുത്തെ പഴംപൊരിയുടെയൊക്കെ ഷേപ്പ്. പിന്നെ ഉഴുന്നുവട, എല്ലാ സാധനവും ഉണ്ട് നമുക്ക് അവിടെ കിട്ടും. ഉഴുന്നുവട, ഇതാണ് ഉഴുന്നുവട. പിന്നെ സമോസ വാങ്ങിച്ചു. പിന്നെ ഇതാണ് ഇവിടുത്തെ സമോസ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ അകത്ത് വെച്ചിട്ടുള്ള സമോസ. പിന്നെ നമുക്ക് പരിപ്പ് വടയും എല്ലാ സാധനങ്ങളും കിട്ടും. ഞങ്ങൾ കുറേ കഴിച്ചു, അതിൻ്റെ ബാക്കി ഇവിടെ വന്നിരിക്കുന്നതാണ്. പിന്നെ മെഡിമിക്സിൻ്റെ ഒരു സോപ്പ്, ഇത് മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. നമുക്ക് പിമ്പിൾസിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് മെഡിമിക്സിൻ്റെ സോപ്പ്, എല്ലാ സാധനവും നമുക്ക് നാട്ടിൽ കിട്ടും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിപ്പോഴും റെഡിമെയ്ഡായിട്ട് മേടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പാകിസ്ഥാൻ്റെ കമ്പനിയാണ്, ഷാൻ എന്ന് പറഞ്ഞിട്ട്. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പം നമുക്ക് എന്ത് കറി വെച്ചാലും ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാ കറിക്കകത്തും നമ്മൾ ഇടുന്നതാണല്ലോ. അപ്പോൾ പിന്നെ അത് അന്നേരം ആ സമയത്ത് ചതയ്ക്കാനൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് ഞാനിപ്പോഴും ഇങ്ങനെ ബോട്ടിൽ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെക്കും. അപ്പം നമ്മുടെ ആവശ്യത്തിന് നമുക്കൊന്ന് 1 സ്പൂണോ 2 സ്പൂണോ ആവശ്യത്തിനെടുത്ത് ഉപയോഗിച്ചാൽ, പ്രത്യേകിച്ച് ചിക്കൻ കറിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ എന്ത് കറി വെച്ചാലും മസാലക്കറിക്കെല്ലാം ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അത് നമുക്ക് ഒത്തിരി ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതാണ്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ശരീരത്തിന് ഒത്തിരി നല്ലതാണ്. പിന്നെ ഞാൻ ഇന്ന് അവിടെ നിന്നൊരു കേക്ക് വാങ്ങിച്ചു. എൻ്റെ മോൾക്ക് ക്യാരറ്റ് കേക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇന്ന് അവിടെ കണ്ടപ്പോൾ ഞങ്ങളത് വാങ്ങിച്ചു. ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്ക് എന്നാണ് പറഞ്ഞത്. ക്യാരറ്റും ഡേറ്റ്സും കൂടെ ചേർത്തിട്ടുണ്ടാക്കിയിരിക്കുന്ന കേക്കാണ്. ഞങ്ങൾ എപ്പോഴും ചെന്നാലും ഞങ്ങൾ വാങ്ങിക്കുന്നതാണ്. നല്ലൊരു കേക്കാണ്. നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ ചായയുടെ കൂടെയൊക്കെ തിന്നാനൊക്കെ ആയിട്ടും, അതുപോലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വേണമെങ്കിൽ അത്യാവശ്യം 4 മണിക്കൊക്കെ എന്തെങ്കിലും ചായയുടെ കൂടെ കഴിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ ചക്കപ്പഴം. പഴുത്തിട്ടില്ല, ഇതൊരു പുളിച്ച സ്റ്റേജാണ്. അപ്പം ഇത് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ വെട്ടുന്നതൊക്കെ എങ്ങനെയാണ് കാണിച്ചു തരാം. ഇത് ചക്ക എല്ലാവർക്കും എനിക്കറിയാം ഇഷ്ടമുള്ള സാധനമാണ്. അപ്പം നമുക്ക് ചക്കയ്ക്ക് എങ്ങനെ മധുരമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ചക്ക ഇത് വെട്ട്. ഈ മുറം ഞാൻ കഴിഞ്ഞ മാസം ആൻസ് ഗ്രോസറി കടയിൽ നിന്ന് മേടിച്ചതാണ്. ഈ മുറം എല്ലാ സാധനവും നമുക്ക് നാട്ടിൽ കിട്ടും. ചക്ക വെട്ടാനായിട്ടുള്ള മുറം വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ മാസം മേടിച്ചതാണ്. ഈ മുറം നല്ല സാധനം, നല്ല ക്വാളിറ്റിയുള്ള നല്ല മുറമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മുറങ്ങളൊക്കെ അല്ലേ കിട്ടുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ നാട്ടിലുണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ടൈപ്പൊക്കെയാണ് കിട്ടുന്നത്. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം ഗൈസ്.
നല്ല കണ്ടിട്ട് നല്ലതാണ്. തിന്നൊന്ന് നോക്കട്ടെ, ഞാൻ തിന്ന് നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന്. ഗായ്സ്, സൂപ്പർ ടേസ്റ്റാണ്. നല്ലപോലെ പഴുക്കാൻ തുടങ്ങിയിട്ടുള്ളൊരു സ്റ്റേജാണ്. നല്ല മധുരം ചേർന്നൊരു പുളിപ്പാണ്. ഇത് നാളെ കറക്റ്റ് പഴമായി കിട്ടും. എനിക്ക് ഈ സ്റ്റേജിൽ തിന്നാനാണ് കൂടുതൽ ഇഷ്ടം. നമുക്ക് ഒത്തിരി പഴുത്ത് പോകുന്നതിനേക്കാളും നല്ലത് ഈ ഒരു സ്റ്റേജ് തിന്നുവാണെങ്കിൽ നമുക്ക് അങ്ങനെ വലിയ മടുപ്പ് തോന്നത്തില്ല. തന്നെയല്ല ഷുഗർ ലെവലും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം ഒത്തിരി പഴുത്തിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് കാലറി ഒത്തിരി ശരീരത്തോട്ട് വരുമല്ലോ. ഇതാകുമ്പം അത്ര പഴുക്കാത്തത് കൊണ്ട് നമുക്ക് തിന്നാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാനിത് വെട്ടിയെടുത്തിട്ട് പിള്ളേർക്കും അവരെയും കൂടെ വിളിച്ചിട്ട് അവരുടെ കൂടെ ഇരുന്ന് ബാക്കിയൊക്കെ കഴിക്കാം. അപ്പം നിങ്ങൾക്ക് ചക്ക എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ചക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവരും കമൻ്റ് ഇടുക. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും ബൈ ബൈ.